ഇത് എല്ലാം കൊള്ളായിരുന്നു. ഇത് ക്യാമറ എല്ലാം ഭയങ്കര അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപൊളിയായിരുന്നു. വെളി വന്നപ്പോൾ എല്ലാം കളറായി. നന്നായിരിക്കുന്നു. അടിപൊളിയായിരുന്നു. മമ്മൂക്കയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. നന്നായിട്ടുണ്ടായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാ. നന്നായിട്ടുണ്ടായിരുന്നു. കൊള്ളാം, നല്ല പടം. മൊത്തത്തിൽ എല്ലാം നല്ല ഒരു തീമൊക്കെ നല്ല നല്ലായിരുന്നു. ഇറ്റ് വാസ് നൈസ്. നല്ലൊരു എക്സ്പീരിയൻസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഈ ഒരു ജനറേഷനിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിയേറ്ററിൽ ഫസ്റ്റ് ടൈം. സോ ഇറ്റ്സ് നൈസ്. നല്ലതാ, കൊള്ളായിരുന്നു. നല്ല ഫിലിം. വിഷ്വൽ എഫക്ട്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. ഇഷ്ടപ്പെടാൻ നല്ലൊരു റൈറ്റിംഗ് ആയിരുന്നു. കൊള്ളാം, നല്ല മമ്മൂട്ടിയുടെ അഭിനയമാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അർജുൻ അശോകൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരും നല്ല നല്ല സിനിമ. മമ്മൂട്ടിയുടെ ആക്ടിങ്, പിന്നെ എന്താ പറയാ, എല്ലാം നല്ല പുതിയതായിട്ട് നന്നായിട്ടുണ്ട്. അടിപൊളി പടമാണ്. പിന്നെ ഒരു മാജിക്കൽ റിയലിസത്തിൻ്റെ മൊത്തത്തിലൊരു ഡിഫറെൻറ്റ് ഫീലാണ്. എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു മമ്മൂക്കാൻ്റെ അഭിനയം ഒരു വേറെ ലെവലാണ്. പിന്നെ ഏതൊരു വ്യക്തിക്കും എനിക്ക് തോന്നുന്നത് ഒരു ഭയങ്കര യുണീക്ക് റെയർ സിനിമയായിട്ട് തോന്നും. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും ഈ പടത്തിന് വരണം. നല്ല പടം. കൊള്ളാം, അടിപൊളി പടം. കൊള്ളായിരുന്നു, നല്ല പടം. ഇഷ്ടപ്പെട്ടത് മൊത്തത്തിൽ കൊള്ളായിരുന്നു. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ അഭിനയം അടിപൊളിയായിരുന്നു. നല്ല പടം, അടിപൊളി പടം, കാണേണ്ട പടമാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരു പടമാണ്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു രീതിയല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണെങ്കിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും നല്ല എൻഗേജിങ് ആയിട്ട് തോന്നും. പിന്നെ നമ്മൾ സ്റ്റോറി കുറച്ച് ഡിഫറെൻ്റ് ആണ്. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന്. പിന്നെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് പറഞ്ഞ എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ ഒരു ലേഡി ആക്ടറുണ്ട്. അവർ 2-3 സീൻ വന്നപ്പോൾ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പടം കൊള്ളാം. പൈസ വസൂൽ പടമാണ്. എടുത്തു പറയാൻ സൗണ്ട് എഫക്ട്സ് ഒക്കെ കൊള്ളാം. നല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നല്ല പടമാണ്. കണ്ടിരിക്കുക. വൺ ടൈം വാച്ചബിൾ ആണ്. തിയേറ്റർ എക്സ്പീരിയൻസിനാണ് നല്ലത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിലേക്ക് ലയിച്ചു പോകും. കഥയും ഒരു ഭീകരാന്തരീക്ഷമൊക്കെ ഉണ്ട്. സൗണ്ട് എഫക്റ്റ് അടിപൊളിയായിരുന്നു.